ഹായ്, ഹലോ. അപ്പം ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് ട്ടോ. അപ്പം രാവിലെ തന്നെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. പിള്ളേരൊക്കെ എണീറ്റു. അവര് പോകുമ്പഴേ എണീറ്റായിരുന്നു ട്ടോ. അപ്പം ഞങ്ങള് മാത്രം 3 പേരും മാത്രേ ഉള്ളൂ. അപ്പം നല്ല തണുപ്പുണ്ട്. ഞങ്ങക്ക് തണുപ്പുള്ള ഡ്രസ്സ് ഇടാൻ ഭയങ്കര മടിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ നൊസ്റ്റു പോലെ നമ്മള് അടുപ്പിന്റെ ഇടയിലിരുന്ന് ചൂട് കൊള്ളുന്നത് പോലെ ഞങ്ങള് ഹീറ്ററിന്റെ അടുത്തിരുന്ന് ഞങ്ങൾ 3 പേരും ചൂട് കൊള്ളുകയാണ്. അപ്പൊ എഡ്വി കുറച്ച് മുഖത്തും കുറച്ച് തലയിലൊക്കെ തേക്കുന്നുണ്ട്. ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവൻ നമ്മുടെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കൊടുത്താലും അവൻ കുറച്ച് അവന് വേണമെന്നും പറഞ്ഞ് അവൻ കുറച്ച് തലയിൽ തേക്കും. അത് അവന്റെ ശീലമാണ് പണ്ട് തൊട്ടേ. അത് കഴിഞ്ഞ് പിള്ളേര് രാവിലെ തന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചു ട്ടോ. അത് കഴിഞ്ഞാണ് ഞാൻ ശരി ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് 2 പേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വിരിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല. അവരെടുത്ത് വലിച്ചെറിയും. എന്നാലും ഞാനൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. രാവിലെ തന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പിള്ളേരുടെ കൂടെ തന്നെ അങ്ങ് ഇരിക്കും ട്ടോ. ഈ തണുപ്പാവുമ്പോ ചില ദിവസം എല്ലാ പണിയും വേഗം കഴിയും. ചില ദിവസം പണിയേ ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കും ട്ടോ. പിള്ളേര് ഉറങ്ങുമ്പോ പണിയും. അങ്ങനെയാണ്. ഞാൻ കൂടുതലും അവര് എണീറ്റിരിക്കുമ്പോ അങ്ങനെ പണിയാറില്ല. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഒപ്പിക്കും. ആ ഒരു രീതിയാണ്. പിള്ളേരെ പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പ്രായമാണല്ലോ. ഒന്നെങ്കിൽ അവൻ അവളെ ഉന്തിവിടും, അല്ലെങ്കിൽ അവൾ അവനെ ഉന്തിവിടും. അങ്ങനെയാണ് ട്ടോ. അങ്ങനെ ഞാന് അവരുടെ കൂടെ മറ്റേ തലയിൽ എണ്ണയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഈ കുഞ്ഞു പെണ്ണിനെ എനിക്ക് ഭയങ്കര കൊതി കൊണ്ടാണ് കേട്ടോ ഞാൻ മുടി വളർത്തണത്. പക്ഷെ എന്താണ് പ്രശ്നംന്ന് വെച്ചാൽ അവൾ മുടി കെട്ടാനോ മുടിയിൽ തൊടാനോ സമ്മതിക്കുകയില്ല. മുടി കെട്ടിക്കൊടുത്താലും ഒരു 5 മിനിറ്റ് അതിൽ കൂടുതല് അവൻ അത് സമ്മതിക്കില്ല ട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഈ മുടിയൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പോഴേക്കും അവന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവക്കും ഭയങ്കര എന്നെ ആക്ക്, എന്നെ ഇതാക്ക് എന്നൊക്കെ പറയും. അവളെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവനും അത് തന്നെ പറയൂട്ടോ. എഡ്വിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര പാടാണ്. അത് കണ്ട് അയറനും കണ്ട് പഠിച്ചുട്ടോ. എന്നെ ഇട്ട് വീടിന്റെ ഉള്ളിൽ കൂടെ ഓടിക്കും, കട്ടിലിന്റെ ചുറ്റും ഓടിക്കും. ബാ 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 വന്ന് പിടിക്ക് പറയൂട്ടോ അയറിനും. അങ്ങനെ എന്നിട്ട് ഓടിക്കുകയാണ് കേട്ടോ. ഒരു വിധത്തില് പിടിച്ചോണ്ട് വന്നു. പിടിച്ചോണ്ട് വന്നാലും ഡ്രസ്സ് ഇടീക്കുകയില്ല കേട്ടോ. അതാണ് ഒരു കഷ്ടപ്പാട്. അത് ഇട്ട് കൊടുത്താൽ ഊരിയും കളയും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എപ്പോഴും കുളിപ്പിക്കലൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല വെയിൽ വരണ ദിവസം നന്നായിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കും. ഒന്നാമത് നമ്മള് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 4, 5 മാസമായിട്ടുള്ളൂ. അപ്പം നമുക്ക് ക്ലൈമറ്റ് പിള്ളേർക്ക് പിടിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഫസ്റ്റ് ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ലൂസ് മോഷനും ഛർദിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ ഈ സ്ഥലത്തോട്. അപ്പോൾ നമുക്ക് എപ്പോഴും കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ വൈപ്സ് വെച്ച് തുടച്ചു കൊടുക്കും. പിന്നെ രാത്രി കിടക്കാൻ നേരത്തൊന്ന് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ തുടച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പുതിയ കുപ്പി വാങ്ങിയതാണ് കേട്ടോ. 99 രൂപയുള്ളൂ. നല്ല ഗ്ലാസ് പോലത്തെ. ഒറ്റ എറിഞ്ഞ് അതിൻ്റെ പിടിയൊക്കെ പൊട്ടിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അങ്ങനെ അവരെ ഞാനൊന്ന് സെറ്റാക്കി പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്ത് TV ഒക്കെ കാണിച്ച് ഞാനൊന്ന് കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. അത് അങ്ങനെ ഇട്ടിട്ട് അവരുടെ കൂടെ വന്ന് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പിള്ളേര് TV കണ്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി ബോക്സിലാക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിട്ട് കഴുകാണ്. ഇവിടെ ആഴ്ചയിലാണ് കേട്ടോ മീൻ വരുള്ളൂ. അപ്പോൾ നമ്മള് ഞാൻ ഫസ്റ്റൊക്കെ ഇങ്ങനെ കുറേ മീൻ വാങ്ങി വെക്കുമായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ എന്തോ മനസ്സിന് പിടിക്കണില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ വാങ്ങലില്ല. വാങ്ങിയാലും കുറച്ച് 1/2 കിലോ ഒക്കെ വാങ്ങി 2 ദിവസത്തിന് അതിൽ കൂടുതൽ ഞാൻ വെക്കലില്ല കേട്ടോ. അങ്ങനെ ഇത് മുമ്പ് വാങ്ങിയതാ. ഇപ്പോൾ ഞാൻ വാങ്ങലില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കാലങ്ങളായി ട്ടോ. എനിക്ക് ഇടാൻ മടിയാണ്. കാരണം നമ്മള് ഇട്ട് തുടങ്ങുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയാൽ നമ്മളങ്ങ് ഇടും. പക്ഷേ പിന്നെ മടിയാവും അത് കിട്ടില്ലാണ്ട് വരുമ്പോഴേ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്ത് പോയി. ഞാൻ പിള്ളേരെ കൊണ്ടുപോവാറില്ല. ഇച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെ ഉറക്കിയിട്ട്
ഞാൻ പുറത്ത് പോയി. അപ്പൊ നോക്ക് നല്ല പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 ഗ്ലാസ് വാങ്ങാൻ പോയതാട്ടോ. ഞങ്ങടെ വീട്ടില് ഒരു പാത്രവും ഇരിക്കില്ല. എല്ലാം എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ചോണ്ടിരിക്കൂട്ടോ. അങ്ങനെ രണ്ടുപേരും ഒരേ പ്രായമായതുകൊണ്ട് ഒരു സാധനമില്ല വീട്ടില്. ഒരാളെറിയണത് കാണുമ്പോ അടുത്ത ആളെറിയും. അങ്ങനെ ഒരാള് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാ എനിക്ക് കേറി വാന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരു ഗ്ലാസ് കൊടുത്താ അതൊക്കെ പൊട്ടി പൊട്ടി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാന് 2 ഗ്ലാസ് പ്ലാസ്റ്റിക് വാങ്ങിയാലും അല്ലെങ്കിൽ സ്റ്റീലിന്റെ വാങ്ങിയാലും അതിന്റെ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടാവും ട്ടോ. അപ്പൊ എറിഞ്ഞെറിഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. അപ്പൊ ഞാന് ഈ ശ്വാസം മുട്ടി കിതയ്ക്കണത് എന്താന്ന് വെച്ചാ മോള് ഉറങ്ങി എണീറ്റുട്ടോ. ഉറങ്ങണ സമയത്തായിരുന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വന്നത്. അപ്പോഴേക്കും അവൾ എണീറ്റു. അപ്പൊ ഞാൻ അവളെ എടുത്തോണ്ടാണ് വോയിസ് ഓവർ കൊടുത്തായിരുന്നേ. അതാണ് കിതയ്ക്കണത്. അപ്പൊ ഇത് ഞാന് പുറത്ത് പോയപ്പോ നമ്മുടെ നല്ല ഡാർക്ക് ഓറഞ്ച് കളറുള്ള ക്യാരറ്റാണ്. ഇതിന് നല്ല മധുരം ഉണ്ട് ട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെറുതെ തിന്നാൻ നല്ലതാണ്. ഇത് നമ്മുടെ ഉലുവയുടെ ഇലയാണ്. അപ്പൊ ഞാന് ഈ വർഷം മുതൽ കുറച്ച് പച്ചക്കറിയും ഇലക്കറികളൊക്കെ കഴിക്കണംന്ന് വിചാരിക്കണം. എന്റെ ചായനും തോരനും അങ്ങനെ ഒന്നും പച്ചക്കറി ഒന്നും കഴിക്കില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കഴിക്കണ്ടേ. അപ്പൊ അതൊക്കെ കഴിച്ചാലല്ലേ നമുക്ക് ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പച്ചക്കറിയൊന്നും ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അപ്പൊ ഞാന് ഇനി ഈ വർഷം മുതലേ നല്ല പച്ചക്കറിയൊക്കെ തിന്നാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് അരിയൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ അരിയൊക്കെ വാങ്ങി ഞാൻ വീടെത്തിട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബായ്.